അവർക്ക് സ്നേഹവന്ദനം. प्रिय भाई बहनों, प्रभु यीशु मसीह के नाम में प्रेम का वंदना। ഈ മീറ്റിംഗിലൂടെ എല്ലാവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. मीटिंग के द्वारा सभी भाइयों के साथ संगति कर पाने का मौका दिया, इसके लिए मैं प्रभु को धन्यवाद देता हूँ। അതെ, ബോംബെയിലും കാർഗറിലും ഡൽഹിയിലും ആന്ധ്രയിലും അങ്ങനെ വിവിധയിടങ്ങളിലുള്ള സഹോദരന്മാരുമായി ബന്ധപ്പെടാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമായി കരുതുന്നു. मैं ये बहुत बड़ा बात को मानता हूँ जब मैं बॉम्बे के भाई लोग दिल्ली में भी और उड़ीसा और खारगर ऐसा अलग अलग जगहों से भाइयों को मिलकर एक जगह पर ही मिलकर संगति करने का मौका मिल रहा है। അതെ, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ എന്നുള്ള ജീവന്റെ ബന്ധത്തിലായിരിക്കുന്നു എന്നുള്ളത് എത്ര ഭാഗ്യകരമാണ്. और वो कितना भाग्य की बात है कि हम सब लोग जो एक ही शरीर के भाग है उसी रिश्ता में हम जुड़े हुए हैं। നാം കഴിഞ്ഞ ദിവസങ്ങളില് യഹസ്കേൽ പ്രവചനത്തിലെ ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചും അതിന്റെ മതിലിനെ കുറിച്ചും എല്ലാം ആ പട്ടണത്തെക്കുറിച്ചും എല്ലാം ചിന്തിക്കുകയായിരുന്നു. गए दिनों में हम लोग बाइबल स्टडी के द्वारा एजिकल के पुस्तक के द्वारा प्रभु के मंदिर के बारे में, दीवारों के बारे में और नगर के बारे में हम लोग पढ़ रहे थे। എന്തിനാണ് നാം ഇത് ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ച് പഠിക്കുന്നത്? और ऐसे क्यों है कि हम लोग प्रभु के मंदिर के बारे में इतना पढ़ते हैं? യഹസ്കേൽ പ്രവചനം 43 അധ്യായത്തിന്റെ 10 വാക്യം. एजिकल का पुस्तक उसका 43 का 10 में हम पढ़ते हैं। ഇങ്ങനെയാണ്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗ്രഹം തങ്ങളുടെ അകൃത്യങ്ങളെ കുറിച്ച് ലജ്ജിക്കേണ്ടതിന് നീ ആലയം അവരെ കാണിക്കാം. और वो इसलिए है कि इस्राएल के लोगों को उन लोगों का लज्जापन दिखाने के लिए, समझने के लिए भवन को उनको दिखा। ഇനിയും 40 അധ്യായത്തിൽ ദേവാലയത്തെക്കുറിച്ച് കാണുമ്പോൾ ദേവാലയത്തിന് ഒരു മതിലുമുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. और 40वां अध्याय में पढ़ते समय में वहां पर हम देखते हैं कि यह मंदिर को दीवार भी है। അത് വേർപെട്ടതാണെന്ന് കാണിക്കുന്നതാണ്. और वो अलगवाई को दिखाता है। ദൈവത്തിന്റെ ആലയം പൂർണ്ണമായിട്ടും വേർപെട്ടതാണ്. मतलब यहाँ का मंदिर जो है पूर्ण रीति से अलग है संसार से। 42 അധ്യായത്തിന്റെ 20 വാക്യം और 42 का 20 में हम पढ़ते हैं, വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ വേർതിരിപ്പാൻ തക്കവണ്ണം 500 മുഴം നീളത്തിലും 500 മുഴം വീതിയിലും ഒരു മതിൽ അതിന് ചുറ്റുമുണ്ടായിരുന്നു. और वो इसीलिए है कि बनी थी कि पवित्र और साधारण से अलग अलग करे, इसलिए वहां पर बीच में दीवार बनाया गया था। ഓക്കെ, പി.സി. മാത്യു ബ്രദർ സംസാരിച്ച അതിന്റെ ആഴത്തിലേക്കല്ല ഞാൻ ഇന്ന് വരാൻ ആഗ്രഹിക്കുന്നത്. और जो इतना दिन से हम लोग शिक्षण जो हम कर रहे थे नया यरूशलेम का नगर के बारे में, उस विषय में मैं नहीं जा रहा। എന്നാൽ ദേവാലയം എന്നുള്ള ആ വിഷയം അല്പമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. परंतु मैं मंदिर का विषय में थोड़ा अलग रीति से बताना मैं चाहता हूँ। നാം ഇന്ന് ഈ വിഷയം ചിന്തിക്കുമ്പോൾ പഴയ നിയമം, പുതിയ നിയമം, 1000 ആണ്ട് വാഴ്ച, പുതിയ യെരൂശലേം, ഈ 4 ഘട്ടങ്ങളെ കുറിച്ചും കൂടെ നാം പഠിക്കുന്നുണ്ട്. और जब हम लोग इस विषय में पढ़ते समय में हम एक बात देखते हैं कि पुराना नियम, नया नियम, 1000 वर्ष का साल और उसके बाद नवा यरूशलेम, इस तरह का 4 युगों को हम पढ़ते हैं। हेलो, बहुत भाग्यशाली लोग हैं। ओके, देखो ये कम यस यस यस, नेटवर्क गया था, सॉरी। क्या ओके,
ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ച് ആദ്യമായി നമ്മൾ കാണുന്നത് യാക്കോബിന് ദൈവം ഒരു ദർശനം കൊടുക്കുന്നതാണ്. परमेश्वर का मंदिर के विषय में पहले बार हम देखते समय में याकूब को जब दर्शन दिया था तभी हम देखते हैं അത് ഉൽപ്പത്തി 28 അധ്യായത്തിലാണ്. वो उत्पत्ति का पुस्तक 28वां अध्याय में है. അതിനു മുൻപേ തന്നെ ദൈവം അബ്രഹാമിന് ഒരു ദർശനം കൊടുത്തിരുന്നു. परंतु उसके पहले ही परमेश्वर ने अब्राहम को दर्शन दिया था. അതേക്കുറിച്ച് എബ്രായ ലേഖനം 11 അധ്യായത്തിലുണ്ട്. जिसके बारे में हम इब्रानियों का पुस्तक 11 अध्याय में हम पढ़ते हैं. അത് എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 9 വാക്യത്തിലാണ്. इब्रानियों 9 में हम लोग इस विषय में हम पढ़ते हैं. അതായത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണം, ഒരു നഗരത്തെ കുറിച്ചുള്ള ദർശനം അബ്രഹാം കാണുകയുണ്ടായി. और अब्राहम ने एक ऐसा नगर को देखा जिसका जो रचने वाला और उसका जो नींव डालने वाला परमेश्वर है. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ അബ്രഹാം തന്റെ കൂടാരത്തെക്കാൾ കൂടുതലായി ദൈവത്തിന്റെ യാഗവുമായി ഒന്നായിരുന്നു. और जितना समय में अब्राहम वेदी में तंबू में रहता था वो हर समय में प्रभु का वेदी के साथ निकट रहकर प्रभु के साथ एक रहता था. അങ്ങനെ ദൈവത്തിന്റെ യാഗത്തിൽ സന്തോഷിക്കുന്നവനായിരുന്നു അബ്രഹാം. अब्राहम वो व्यक्ति था जो प्रभु का जो वेदी में और बलि में वो प्रसन्न रहता था. അങ്ങനെയുള്ള ഒരുവന് ലഭിക്കുന്ന ദർശനമാണ് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ളതായ നഗരത്തെക്കുറിച്ചുള്ള ദർശനം. ऐसा व्यक्ति जो परमेश्वर के साथ एक रहता है उसको मिलने वाला एक बात है जो प्रभु उसको एक दर्शन में दिखाता है. वो एक ऐसा नगर जिसका रचने वाला, बनाने वाला, नींव डालने वाला परमेश्वर है. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക് ആ യാഗമായി തീരാൻ തന്നെ ഒരുക്കമുള്ളവനായിരുന്നു. जिसके वजह से हम देखते हैं कि अब्राहम का बेटा इसहाक भी एक बलि बनने के लिए तैयार था. അബ്രഹാം കഴിച്ചിരുന്ന ആ യാഗത്തിൽ വളരെ താല്പര്യവും അതിനെ അർത്ഥവത്തായി കാണുന്നവനുമായിരുന്നു ഇസഹാക്ക്. इसहाक वो व्यक्ति था जो अब्राहम ने किया हुआ सभी बलियों को वो देखता था और उसका सही अर्थ समझता था. അതുകൊണ്ടാണ് മോറിയ മലയിൽ ചെന്നപ്പോൾ അബ്രഹാമിനോട് ചോദിച്ചു, അപ്പാ അതെ തീയുമുണ്ട് വിറകുമുണ്ട്, പക്ഷേ ആ യാഗത്തിനുള്ള ആടെവിടെ? इसके लिए जब वो लोग बलि करने के लिए जाते समय में मोरिया पर्वत में इसहाक पूछता है अपने पिता को, हे पिता आग भी है और लकड़ा भी है परंतु बलि करने का वस्तु नहीं है. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. उत्पत्ति का पुस्तक 22 का 7 में हम ये वाक्य को देखते हैं. അപ്പോൾ ഇവിടെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് 3 പേർക്കും പ്രത്യേക ദർശനം ദൈവം നൽകി. हम देखते हैं कि इस तरह अब्राहम, इसहाक, याकूब तीनों को प्रभु दर्शन दिया है. അബ്രഹാം യാഗവുമായിട്ട് ഒന്നായിരുന്നു. अब्राहम बलि के साथ एक था. അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക് ആ യാഗമായി തീരാൻ ഒരുക്കമുള്ളവനായിരുന്നു. और अब्राहम का बेटा इसहाक बलि बनने के लिए तैयार था. ആ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന് ദൈവം അതുകൊണ്ടാണ് ദൈവ ഭവനത്തെ കുറിച്ചുള്ള ദർശനം നൽകിയത്. जिसके वजह से इसहाक का बेटा याकूब को परमेश्वर ने परमेश्वर का भवन का विषय का दर्शन दिया था. അത് അബ്രഹാം കൂടാരത്തിൽ പാർത്തിരുന്നു. എന്നാൽ കൂടാരം ഒന്നുമില്ലാത്ത ഒരു സമയത്താണ് യാക്കോബിന് ദൈവം ദൈവഭവനത്തെ കുറിച്ചുള്ള ദർശനം കൊടുക്കുന്നത്. हम देखते हैं कि वो लोग तंबू में तो वो लोग रहते थे परंतु याकूब जब तंबू में नहीं रहता था या तंबू उसके पास नहीं था, ऐसे समय पर था परमेश्वर ने उसको दर्शन दिया. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പിൽക്കാലത്താണ് അതെ യാക്കോബിന് ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചുള്ള വെളിപ്പാട് കൊടുക്കുമ്പോൾ യാക്കോബ് പറയുകയാണ് ഇത് സ്വർഗത്തിന്റെ വാതിലാണെന്നാ പറയുന്നത്. और आगे चलकर जब परमेश्वर याकूब को दर्शन देते समय में
याकूब कहता है कि ये स्थान तो स्वर्ग में जाने का द्वार और फाटा है, അതെ, ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട് എന്ന് യാക്കോബ് പറയുകയാണ്. क्योंकि यहाँ पर परमेश्वर की उपस्थिति है, ऐसा याकूब कहा. അപ്പൊ ദൈവ സാന്നിധ്യം ഉള്ളിടത്താണ് ദൈവത്തിന്റെ ആലയം. तो जहां पर परमेश्वर का उपस्थिति है वही परमेश्वर का मंदिर है. ഇനിയും നാം ഉന്നതത്തിന്റെ മധ്യേ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. इस तरह हम लोग ऐसा परमेश्वर को देखते हैं जो हमारे बीच में डेरा लगाने का इच्छा रखता है. അതായത് കുഞ്ഞാടിന്റെ രക്തത്താൽ ദൈവവുമായി നിയമം ചെയ്ത തന്റെ ജനത്തിന്റെ മധ്യേ വസിക്കാൻ ദൈവത്തിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. परमेश्वर का सबसे बड़ा आग्रह यही है कि उनका मेमने का लहू के द्वारा जो वाचा बांधे हुए लोगों के बीच में परमेश्वर बने रहे. അതെ, ആ ചിത്രമാണ് നമുക്ക് സംഖ്യാപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. वही चित्र को हम गणना या संख्या पुस्तक में हम देखते हैं. അതെ, സമാഗമന കൂടാരത്തിന്റെ 4 വശത്തുമായിരുന്നു ഇസ്രായേൽ മക്കൾ പാർത്തിരുന്നത്. वो मिलाप वाला तंबू के को बीच में रखकर उसके चारों तरफ इसराइल के लोगों ने तंबू बनाकर रहा. അതെ, ഓരോ വശത്ത് 3 ഗോത്രങ്ങൾ വീതം. और हर एक दिशा में 3 गोत्र थे. അതെ, അവരെ കണ്ടുകൊണ്ടാണ് ബിലെയാം പറയുന്നത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, അവര് ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല എന്ന് പറയുന്നു. ये बात को जब बिलेयाम ने देखा, उसने कहा, देखो एक ऐसा लोग जो अकेला रहते हैं, जो संसार के साथ घुल मिल नहीं जाता. അപ്പോൾ ദൈവജനം എന്നും വേർപെട്ടവരായിരുന്നു. इसके लिए प्रभु के लोग हमेशा अलगवाई में जीते थे. അതെ, ദേവാലയത്തിന് ഒരു മതിൽ നമ്മള് യെഹെസ്കേൽ പുസ്തകത്തിൽ കണ്ടതുപോലെ ദൈവത്തിന്റെ ജനം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായിരുന്നു. जैसा एजेकिएल का पुस्तक में हमने देखा कि परमेश्वर का मंदिर में एक दीवार था जो अलगवाई को दिखाता है, उसी तरह परमेश्वर के लोग परमेश्वर के लिए संसार से अलग रहता था. അതുകൊണ്ടാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ അതെ യെരുശലേം നഗരത്തിന്റെ മതിലെല്ലാം വെന്തുപോയപ്പോൾ അത് വീണ്ടും പണിയുവാനായിട്ടാണ് നെഹമ്യാവ് വരുന്നത്. इसके लिए हम लोग नेहम्या का पुस्तक में हम पढ़ते हैं कि नेहम्या को ये इच्छा हुआ, जब यरूशलेम के नगर के मंदिर का दीवार जब वो जलकर नाश हो गया था, उसको वापस बांधने के लिए वो आया. ഈ രീതിയില് പഴയ നിയമത്തിലെ വിവിധ അവസ്ഥകൾ ദൈവത്തിന്റെ ആലയവുമായി ബന്ധപ്പെട്ട് നാം കാണുന്നുണ്ട്. इस तरह पुराने नियम में प्रभु के मंदिर के साथ अलग अलग अवस्था जो लोग रिश्ता रखते थे, वो बातों को हम देखते हैं. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലെ ഒരു പ്രത്യേക കാര്യമുണ്ട്. लेवी का पुस्तक 23वां अध्याय में एक बात हम देखते हैं. അതായത് ഷണ്ണന്മാരൊന്നും ദൈവത്തിന്റെ ആലയത്തിൽ വരരുത് എന്ന് പറയുന്ന ഒരു അധ്യായം. हम एक वाक्य ऐसा देखते हैं कि खोजे लोग कोई भी प्रभु को उपस्थिति में मंदिर में नहीं आ सकते. അംഗഭംഗമുള്ളവരും അല്ലെങ്കിൽ ഷണ്ണന്മാരും ഒന്നും ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് വരരുത് എന്ന് പറയുന്ന ഒരു ഭാഗം ലേവ്യ പുസ്തകം എത്രാം അധ്യായം? 21-ാം അധ്യായം 21वां अध्याय में है, जो शरीर में अपंग है उन लोगों भी परमेश्वर को उपस्थिति में मंदिर में सेवा करने वो लोग नहीं आ सकते. അത് കൂടുതലായിട്ട് 20-ാം വാക്യത്തിലുണ്ട്, ഷണ്ണൻ ദൈവാലയത്തിലെ യാഗമർപ്പിക്കാൻ വരരുത് എന്നാണ്. उसका 20-21 में पढ़ते हैं, समय में खोजे लोग भी प्रभु की उपस्थिति में बलिदान करने नहीं आ सकते. അതോടൊപ്പം തന്നെ പഴയ നിയമത്തില് ജാതികളായിട്ടുള്ളവർക്ക് യാഗമർപ്പിക്കുവാനോ യഹൂദന്റെ ദൈവത്തെ ആരാധിപ്പാനോ ഒന്നും അവർക്ക് പദവിയില്ലായിരുന്നു. और यहाँ तक कि पुराने नियम में जो अन्य जाति थे, उन लोगों को भी जैसा इस्राएली लोग आके बलिदान करते थे, उस तरीके का बलिदान करने के लिए अन्य जाति को भी मौका नहीं था. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ തന്നെ അവരെ കുറിച്ച് ദൈവത്തിന് കരുതലുണ്ടായിരുന്നു.
परंतु ऐसा उनको अनुमति नहीं था तो भी परमेश्वर को अन्य जाति के बारे में विचार था, मन था। അതെ, സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതെ സകല ജാതികളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ എന്ന് പറയുന്ന വാക്യങ്ങളുണ്ട്. हम लोग भजन संगीता में ऐसा कितना वाक्य को हम देखते हैं कि हे जगत के जाति लोगों, यहोवा को तुम धन्यवाद करो करके कहता है। ആ അങ്ങനെ ജാതികൾക്കും യഹോവയായ ദൈവത്തെ സേവിക്കാൻ വഴി തുറന്ന കാര്യമാണ് നമ്മൾ രൂത്തിലൂടെ കാണുന്നത്. और अन्य जाति के लोगों में भी परमेश्वर को आने का मौका है करके उसका एक उदाहरण या दृष्टांत को हम लोग रूत का पुस्तक में देखते हैं, जो रूत को मिला। ഓക്കെ, ഇനിയും പഴയ നിയമത്തില് ഇപ്രകാരമാണ് കാണുന്നത്. ഒരു യഹൂദൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകണമായിരുന്നു, പോയി യാഗം അർപ്പിക്കണമായിരുന്നു. और ये हम देखते हैं कि पुराने नियम में व्यवस्था था कि एक यहूदी हमेशा प्रभु के मंदिर में आकर बलि करना पड़ता था। അതെ, ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പുരുഷന്മാരൊക്കെയും ഒരു വർഷത്തിൽ 3 പ്രാവശ്യം യെരുശലേം ദേവാലയത്തിൽ ചെല്ലണമെന്ന് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. और व्यवस्था विवरण में हम पढ़ते हैं समय में 16 अध्याय का उसका 13 वाक्य में या 16 का 16 में ही हम पढ़ते हैं कि साल में 3 बार पुरुषों को मंदिर में आना पड़ता था। ഹിന്ദിയിൽ വായിക്കുന്നോ? ഇല്ല, കുഴപ്പമില്ല, കണ്ടിന്യൂ. ഓക്കെ, മലയാളത്തിൽ ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം എന്റെ സന്നിധിയിൽ വരേണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തൻ താന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. और ये बात हम देखते हैं कि परमेश्वर वहां पर बोलता है कि साल में 3 बार तुम्हारे पुरुषों को आना था, अर्थात अखमीरी रोटी का पर्व और अठवारों का पर्व और झोपड़ों का पर्व बनाने के लिए उनको आना पड़ता था। और तुम लोग आते समय में तुम लोग खाली हाथ नहीं आ सकते, बल्कि जो भी तुमको यहोवा परमेश्वर ने जो आशीष दिया था उसके हिसाब से तुमको आना पड़ता था। അതെ, പഴയ നിയമത്തിലെ ഓരോ യഹൂദനും ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകുന്നത് വളരെ സന്തോഷപൂർണമായിരുന്നു. और पुराने नियम में जब ये पुरुष लोग प्रभु के मंदिर में जब वो लोग आते थे, वो लोग एक आनंद से आते थे। 122-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അത് നമുക്ക് കാണാം. भजन संगीता 122 में हम पढ़ते हैं, അവിടെ ഇങ്ങനെയാണ്: യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്നാണ്. तो जब वो लोग कहे कि चलो आओ हम लोग यहोवा का मंदिर में जाते हैं बोला, तो तब मैं आनंदित हुआ। ഓക്കെ, 23-ാം സങ്കീർത്തനത്തിലുമുണ്ട്: ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. और 23वां भजन संगीता में भी कहता है कि मैं यहोवा का मंदिर में अधिक समय तक मैं रहूंगा। 27-ാം സങ്കീർത്തനത്തിലുണ്ട്: അതെ, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. और 27 का 4 में हम पढ़ते हैं कि एक ही वर मैंने यहोवा से मांगा है और उसी का मैंने इच्छा लगाई रखी है, वो एक ही जीवन भर मैं प्रभु का भवन में मैं बना रहूं और यहोवा का वहीं पर ही मैं सेवा करूं। അതെ, പഴയ നിയമത്തിൽ ഒരുവൻ ദൈവത്തെ ആരാധിക്കാനായി യെരുശലേം ദേവാലയത്തിൽ പോകണമായിരുന്നു. तो क्योंकि ये अवश्य बात थी कि पुराने नियम में यहूदी पुरुषों को मंदिर में जाना पड़ता था। എന്നാൽ അന്ന് അവരറിയാത്ത ചില രഹസ്യങ്ങൾ അറിയുന്നവരാണ് നാം ഇന്ന്. परंतु आज हम जो नए नियम के विश्वासी लोग हैं, हम लोग खास लोग हैं, क्योंकि हमें ऐसा भेद की बातें हमें खुलकर मिला है, गुप्त बातें हमको मालूम है जो पुराने नियम के लोगों को नहीं मालूम था। അതെ, ഉദാഹരണമായിട്ട് ആവർത്തന പുസ്തകം 16-16 നാം വായിക്കുമ്പോൾ 3 പെരുന്നാള് വളരെ വിശേഷപ്പെട്ട പെരുന്നാളുകളാണ്. उदाहरण के लिए व्यवस्था विवरण में 16 का 16 जब हमने पढ़ा, वहां पर 3 पर्वों के बारे में हमने पढ़ा था। ये वो लोग कोई खास पर्व था वो। പുളിപ്പില്ലാത്ത അപ്പം,
വാരോത്സവം, കൂടാരപ്പെരുന്നാൾ. तो अखमीरी रोटी का पर्व और अठवारों का पर्व और झोपड़ियों का पर्व. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അത് പെസഹായെ ഉദ്ദേശിക്കുന്നതാണ്. तो अखमीरी रोटी मतलब फिसोन का पर्व को उद्देश्य करके बोला गया है. അതെ, നമ്മുടെ കർത്താവായ ക്രിസ്തുവേശു അവനാണ്, അതെ, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട കാര്യമാണ് അവര് അന്ന് അവര് ആഘോഷിച്ചിരുന്നത്. यानी कि हमारा प्रभु यीशु मसीह जो सच्चा फिसोन का मेमना है करके वो बात जो असलियत हम जानते हैं, वो बातें पुराने नियम में मर्म रीति में वो लोग करते थे. അവർക്കറിയാത്ത അർത്ഥത്തോടും വിശാലമായ ആഴമേറിയ സത്യങ്ങളോടും കൂടെ നമുക്ക് ഇന്നത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. तो आज हम लोगों को वो बात का अर्थ को जो पुराने नियम में पर्व मनाते थे, उसका पर्व का सही अर्थ, असली अर्थ क्या है, वो सच्चाई जानकर हम लोग पर्व मनाते हैं. വാരോത്സവം കാണിക്കുന്ന ഒരു കാര്യം അതാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. और फिर वो जो अठवारों का पर्व है, वो है पेंतकोस्त का दिन का पर्व. അന്നാണ് സഭയുടെ ആരംഭം. मतलब वो तभी तो हम देखते हैं मंडली का शुरुआत हुआ था. അതായത് ദൈവത്തിന്റെ ആലയത്തിൽ വരാൻ യോഗ്യതയില്ലായിരുന്ന ജാതിക്കും, അതെ, യഹൂദനോട് ചേർന്ന് ഒരു ശരീരമായി ക്രിസ്തുവിൽ തീരാൻ ദൈവം വഴി തുറന്ന കാര്യമാണ് പെന്തക്കോസ്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. तो पेंतकोस्त का दिन का खासियत क्या है, या अठवारों का पर्व का जो असलियत क्या है, वो ये है कि हम जैसे अन्य जाति लोग जो कभी भी यहोवा परमेश्वर के निकट नहीं आ सकता था, हम जैसे लोगों को भी यहूदियों के साथ मिलकर एक देह बनकर, एक शरीर बनकर, एक मंडली में साथ में रहकर आराधना कर सकते हैं, प्रभु को धन्यवाद दे सकते हैं. इस बात का प्रकटीकरण का खुलासा ये पर्व के द्वारा हमको मिल रहा है. വാരോത്സവം അല്ലെങ്കിൽ പെന്തക്കോസ്ത് പെരുന്നാൾ ദൈവത്തിന്റെ നിത്യമായ ആലോചനകൾ പലതും നിറവേറിയ കാര്യമാണത്. और इस अठवारों का ये पर्व में, पेंतकोस्त के दिन में, परमेश्वर के मन में भेद का बातें, जो बातें छुपा हुआ था, वो बहुत से बातें वो इच्छा में उस दिन प्रकट हुआ. കൂടാരപ്പെരുന്നാള് 1000 ആണ്ട് വാഴ്ചയെ കാണിക്കുന്നതാണ്. और झोपड़ियों का पर्व जो है, वो 1000 वर्ष का राज्य को दिखाता है. ദൈവഹൃദയത്തിലെ ഏറ്റവും ദൈവത്തിന്റെ ഹൃദയത്തിന് സന്തോഷം ജനിപ്പിക്കുന്ന ഈ കാര്യങ്ങളാണ് ഇവയെല്ലാം. और ये तीनों पर्व परमेश्वर का हृदय में जो ज्यादा खुशी दिया हुआ बात का प्रकटीकरण है. സർവ മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരം ക്രിസ്തു തന്റെ മരണത്തിലൂടെ ഒരുക്കി. सारा मनुष्यों का पाप का जो हल था, वो प्रभु यीशु मसीह अपना मृत्यु के द्वारा वो हल को प्रकट किया. ആ രക്തത്തിൽ അഭയം കണ്ടെത്തുന്ന ജാതിയായാലും യഹൂദനായാലും അവനെ ഒരു ശരീരമാക്കി തീർക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു കാര്യം. और एक ऐसा बात है कि जो कोई भी प्रभु यीशु मसीह का लहू पर आश्रय करता है, भरोसा करता है, भले वो यहूदी हो या अन्य जाति हो, परंतु जो उस पर निर्भर करेगा उनको प्रभु सुरक्षित स्थान में रखेगा. ये बात का खुलासा है प्रभु का कार्य. ഇനിയും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവത്തിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, മനുഷ്യൻ സകലത്തിന്റെ മേലും വാഴണമെന്ന്. जब परमेश्वर ने आदम हवा को या मनुष्य को बनाया था, तब परमेश्वर का इच्छा आग्रह क्या था कि ये मनुष्य सभी जीवियों पर, जो भूमि के बाकी जीवियों और पशुओं के ऊपर हुकूमत करे. അത് ഭാഗികമായി നിറവേറുന്നതാണ് 1000 ആണ്ട് വാഴ്ചയിൽ. और उसका पूर्तिकरण को हम लोग देखते हैं 1000 वर्ष का राज्य में वो पूरा होगा. ഇങ്ങനെ ഈ 3 പെരുന്നാളുകൾ ദൈവഹൃദയത്തിന് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. इसके लिए ये 3 पर्व परमेश्वर का हृदय को बहुत ज्यादा आनंद देने वाली बातें थी. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ നമ്മെ തന്നെ വിശ്വസിക്കുന്നവരെ തന്നെ ദൈവം തന്റെ ആലയമാക്കി മാറ്റുകയാണ്. और नए नियम में आते समय में हम क्या देखते हैं, जो कोई विश्वास करता है प्रभु यीशु मसीह पर, वो विश्वासी लोगों ही प्रभु का मंदिर बन गया है. 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. पहला तिमोथी 3:15 में हम पढ़ते हैं, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയം എന്നാണ് വായിക്കുന്നത്. तो वहां पर देखते हैं कि परमेश्वर का घर, जो जीवित है, परमेश्वर का कलीसिया है.
Praise the Lord. അപ്പോൾ ഇന്ന് സഭയാണ് ദൈവത്തിന്റെ ആലയം. तो वो जो परमेश्वर का घर कौन है? मंडली है, कलीसिया है. പഴയ നിയമത്തിലെ ഒരുവൻ ദേവാലയത്തിലേക്ക് യെരുശലേമിലേക്ക് പോകണമായിരുന്നു. पुराने नियम में क्या होता था? मंदिर जो है यरूशलेम में था, इसलिए लोगों को मंदिर में यरूशलेम में जाना पड़ता था. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പിന്നെയോ നമ്മെ ദൈവം തന്റെ ഭവനമാക്കി മാറ്റിയിരിക്കുന്നു. आमीन. परंतु आज हमें नए नियम में परमेश्वर ने हमें ही परमेश्वर का घर बना दिया है. നാം അവന്റെ ഭവനത്തിന്റെ ഭാഗങ്ങളാണ്. हम सब लोग उनके घर के एक एक अंग है, सदस्य है. അത് എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നമ്മെ ആത്മാവിനാൽ ദൈവം ഒന്നിച്ച് പണിതു വരികയാണ്. एफिसों का पुस्तक 2:22 में हम पढ़ते समय में हम देखते हैं कि हमें आत्मा में हम सबको एक रीति से बांधा जा रहा है. എഫെസ്യ ലേഖനം 2:22 ഇങ്ങനെയാണ്, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. जिसे तुम्हें भी आत्मा के द्वारा परमेश्वर का निवास स्थान हो जाने के लिए एक साथ बनाया जाते हैं. Praise the Lord. അപ്പോൾ ഈ ഭാഗ്യാവസ്ഥയിലുള്ളവരാണ് നാം. इस तरह का भाग्य अवस्था में बने हुए लोग हैं हम. ഇനിയും ഒരു കാര്യം, കർത്താവ് ദേവാലയത്തിൽ ചെന്നപ്പോൾ, യെരുശലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ ഉത്സവത്തിന് അവര് ദൈവത്തിന്റെ ആലയം, യെരുശലേം ദേവാലയം കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയതായി കണ്ടു. हमने एक जगह पर हम देखते हैं कि जब यीशु मंदिर में आया, यरूशलेम में आया, उसने देखा कि वहां के लोग सब धंधा कर रहे थे. तब प्रभु ने देखा कि तुम लोगों ने मेरा परमेश्वर का मंदिर को, पिता परमेश्वर का मंदिर को चोरों का अड्डा बनाया है करके हम देखते हैं. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ ആ കാര്യം കാണുന്നുണ്ട്. मत्ती 21:13 में हम पढ़ते हैं. അവിടെ എന്റെ ആലയം പ്രാർത്ഥനാലയം, അല്ലെങ്കിൽ സകല ജാതികൾക്കുമുള്ള വന്നു ചേരാനുള്ള സ്ഥലം എന്ന അർത്ഥത്തിലാണ് കർത്താവ് അവിടെ പറയുന്നത്. तो जब वहां पर कहता है कि मेरा मंदिर जो है या परमेश्वर का घर प्रार्थना का घर कहलाया जाता है करके, मतलब क्या कि सब प्रकार के जाति लोग वहां पर आ सकता है, इस रीति का एक सुविधा परमेश्वर ने बनाया था. യെശയ്യാ പ്രവചനം 56-ാം അധ്യായത്തിലും ഇതേ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. Isaiah 56 में भी हम ये बात को हम देखते हैं. യെശയ്യാവിന്റെ പുസ്തകം 56-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിന്റെ ഒടുവിൽ ഇങ്ങനെയാണ് കാണുന്നത്, എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. उसका 56 का 7 में पढ़ते समय में, क्योंकि मेरा भवन सब देशों के लोगों के लिए प्रार्थना का घर कहलाया जाएगा. അപ്പോൾ 1000 വാഴ്ച യെരുശലേമിലെ സകല ജാതികളും യഹോവയായ ദൈവത്തെ ആരാധിപ്പാനായി വരും. और हम देखते हैं कि 1000 साल के राज्य में क्या होगा, जाति लोग भी, जो अन्य जाति लोग हैं, उन लोग भी आएंगे परमेश्वर का मंदिर में या भवन में प्रभु को धन्यवाद करने के लिए. Praise the Lord. അവര് അതെ യഹൂദന്റെ ദൈവത്തെ അന്വേഷിച്ചു വരും. वो लोग सब लोग यहूदियों का परमेश्वर कौन है करके ऐसा खोजते हुए वो लोग आएंगे. സഭ അവരുടെ മേൽ വാഴും. और हम मंडली जो है, कलीसिया है, उनके ऊपर राज्य करेगा. ഇനിയുമാണ് അതിശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് സഭ എത്തിച്ചേരുന്ന കാര്യമാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. और प्रकाशित वाक्य 21 में एक बात को हम देखते हैं जहां पर मंडली सबसे ऊंचा स्थान में पहुंचेगा. പി.സി. മാത്യു ബ്രദർ നമ്മളോട് പറയുകയുണ്ടായി, ജെറുസലേം എന്നതിന് ഒരർത്ഥമുണ്ട് സമാധാനത്തിന്റെ നഗരം എന്നാണ്. तो यरूशलेम का अर्थ को हमने गए दिनों में हमने देखा था, वो क्या था कि वो शांति का एक घर होगा, शांति का नगर करके. പക്ഷേ നമ്മള് ഈ ഭൂമിയിലെ യെരുശലേമിലേക്ക് നോക്കിയാൽ അവിടെ അനേക യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. परंतु भूमि का यरूशलेम की ओर देखेंगे तो हम देखते हैं कि कितना सारा युद्ध वो भूमि पर हुआ. മിസ്രയീം വന്ന് യെരുശലേം ആക്രമിച്ചിട്ടുണ്ട്. मिस्र देश के लोगों ने आकर यरूशलेम में आक्रमण किया है. നെബൂഖദ്നേസർ വന്ന് യെരുശലേം ആക്രമിച്ചു. बेबीलोन का नबूकदनेस्सर ने आकर आक्रमण किया है. ശൂർ രാജാവ് ആക്രമിച്ചിട്ടുണ്ട്. शूर का राजा ने आक्रमण किया है.
AD 70 തിത്തോസ് എന്ന് പറഞ്ഞ രാജാവ് വന്ന് ശരിക്കും നശിപ്പിച്ചു കളഞ്ഞു. और एडी 70 में तीतोस कैसर ने आकर यरूशलेम के ऊपर आक्रमण करके पूरा नाश कर दिया था करके हम देखते हैं. എന്നാൽ അതിന്റെ യെരുശലേം എന്ന ആ ശബ്ദത്തിന്റെ ആ പദത്തിന്റെ അർത്ഥം നിറവേറുന്നതാണ് പുതിയ യെരുശലേമില്. परंतु यरूशलेम करके एक ऐसा जगह है जहां पर प्रभु का जो सभी बातें पूरा होने वाला की बातों को हम पूर्तिकरण को देखते हैं प्रकाशित वाक्य में. അതെ, ഈ യെരുശലേം എന്ന നഗരത്തിന് അടിസ്ഥാനമുള്ള നഗരമാണ്. क्योंकि ये यरूशलेम का ये नगर को इसमें नींव है. ക്ഷമിക്കണം, ഇതിന്റെ മതിലിനാണ് അടിസ്ഥാനം നാം കാണുന്നത്. और उसका नींव जो दीवारों को नींव है करके हम देखते हैं. ഈ പുതിയ യെരുശലേമിന് ഒരു മതിലുണ്ട്. पुराने नए यरूशलेम में दीवार है. ആ മതിലിന് അതിന്റെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. प्रकाशित वाक्य 21 का 14 में हम पढ़ते हैं. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട് എന്ന് വായിക്കുന്നു. वहां पर हम देखते हैं कि उस नगर के शर्पनाय के बाहर नेवे थी और उनमें मेमने के 12 प्रेरितों के 12 नाम लिखे हुए हैं. അപ്പോൾ ഈ പുതിയ യെരുശലേം പൂർണ്ണമായിട്ടും ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതാണ്. मतलब ये नवा यरूशलेम पूर्ण रीति से यहोवा के लिए अलग किया गया है. അതിന് അടിസ്ഥാനമുള്ള മതിലും അതിനുണ്ട്. और शहरपा के वो जो नींव है उसको नींव भी है जो नगर में. ഇനിയും 22-ാം വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. 22वां वाक्य है, हमें ध्यान रखना है. ഇതിനെക്കുറിച്ച് അല്പം പറയാനാണ് ആഗ്രഹിക്കുന്നത്. मतलब कुछ समय के लिए मैं बताना चाहता हूँ. മന്ദിരം അതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. और वहां पर हम पढ़ते हैं कि मैंने वहां पर कोई मंदिर ना देखा क्योंकि सर्वशक्तिमान प्रभु परमेश्वर और मेमना उसका मंदिर है. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. और नगर में कोई सूर्य और चांद का उजाला का प्रज्वलित नहीं किया क्योंकि परमेश्वर का तेज ही उसमें उजाला रहा और मेमना उसका दीपक है. ഓക്കെ, പുതിയ യെരുശലേമിൽ ഉള്ള ഒരു പ്രത്യേക കാര്യമാണ് ഇവിടെ കാണുന്നത്. नवा यरूशलेम का युग में एक खास बात को यहाँ पर हम देखते हैं. പുതിയ യെരുശലേം മുഴുവനും ദേവാലയമാണ്. यानी कि नवा यरूशलेम का युग में ही वो पूरा नया यरूशलेम ही एक मंदिर है. പ്രത്യേകമായിട്ടൊരു ദേവാലയമില്ല. उसका खास रीति से एक मंदिर वहां पर जगह पर है ऐसा नहीं लिखा है. എവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടോ അതായിരുന്നു ദൈവത്തിന്റെ ആലയം. यानी जहां पर परमेश्वर का उपस्थिति है वही मंदिर है. അവിടെയാണ് ദൈവ തേജസ് പ്രകാശിക്കുന്നത്. और वहां पर परमेश्वर का महिमा प्रकाशन होता है. ഒരു ഉദാഹരണം ഇങ്ങനെയാണ്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ निर्गमन में एक उदाहरण को हम देखते हैं. एक्सोडस निर्गमन उसका 40वां अध्याय में മോശ പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തിന്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയപ്പോൾ ദൈവ തേജസ് അവിടെ ഇറങ്ങി വസിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. जब मूसा ने वहां पर मिलाप वाला तंबू के बातों को जब उसने सब बातों को सही रीति से स्थापना किया तब परमेश्वर का महिमा उतर कर आया करके हम पढ़ते हैं. 34-ാം വാക്യം उसका 34 में हम देखते हैं. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം ഇങ്ങനെയാണ്. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു എന്ന് വായിക്കും. तब बादल वहां पर मिलाप वाले तंबू पर छा गया और यहोवा का तेज निवास स्थान पर आ गया, भर गया. ഇതുപോലെ ഒരു സംഭവം രാജാക്കന്മാരുടെ പുസ്തകത്തിലുമുണ്ട്. ऐसा एक घटना राजाओं का पुस्तक में भी हम देखते हैं. ശലോമോൻ രാജാവ് ദേവാലയ പണിയെല്ലാം തീർത്തപ്പോൾ ഒരു സംഭവം ഉണ്ടായി. जब शलोमोन राजा ने मंदिर का सब बातों को स्थापना किया तब वहां पर हम देखते हैं
ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. पहला राजा उसका 8 का 9 10 और 11 में പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. वो देखो, जब जब याजक पवित्र स्थान के लिए निकले तब यहोवा का भवन में बादल भर गया और बादल के कारण याजक सेवा टहल करने के लिए खड़े रह गए क्योंकि यहोवा का तेज यहोवा का भवन पर भर गया था. ദൈവം വസിക്കുന്നിടത്ത് ദൈവ തേജസ് ഉണ്ടായിരിക്കും. जहां पर परमेश्वर निवास करता है वहां पर परमेश्वर का महिमा भी है, तेज भी है. അതെ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഈ പുതിയ യെരുശലേം മുഴുവനും ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. और हमने वहां पर भी हमने प्रकाशित वाक्य 21 का 22-23 में भी हमने पढ़ा कि वहां पर वो पूरा नवा यरूशलेम में परमेश्वर का महिमा था जो उजाला किया. मतलब पूरा नवा यरूशलेम में परमेश्वर का तेज और उजाला था. 23-ാം വാക്യം, നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. तो वहां पर नगर में कोई सूर्य और चांद नहीं, प्रकाशित वाक्य 21 का 23 में, क्योंकि परमेश्वर का तेज ही उसका उजाला था और मेमना उसका दीपक है. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. और फिर वाक्य 3 में हम पढ़ते हैं कि फिर सिंहासन से मैंने एक आवाज और एक शब्द को मैं सुना कि देखो परमेश्वर की डेरा मनुष्य के बीच में है और वो उनके साथ डेरा करेगा. വീണ്ടെടുക്കപ്പെട്ട ജനത്തിലൂടെ ദൈവഹൃദയം സന്തുഷ്ടമാകുന്ന അവസ്ഥയാണ് പുതിയ യെരുശലേമിൽ നിറവേറുന്നത്. और जो उद्धार पाए हुए परमेश्वर ने जो चुने हुए लोगों के साथ निवास करने का जो इच्छा जो परमेश्वर का मन में था वो पूर्तिकरण है. यहाँ पर हम नया यरूशलेम में पूरा होगा करके हम देखते हैं. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും എല്ലാം വ്യത്യസ്തമായ ഒരു അനുഭവമാണിത്. बोले ये एक ऐसा अनुभव है जो पुराने नियम में भी नहीं है, नए नियम में भी नहीं है. डायरेक्ट हम लोग नवा यरूशलेम के युग में देख रहे हैं. പഴയ നിയമത്തിൽ അവർ ദേവാലയത്തിലേക്ക് പോകണമായിരുന്നു. पुराने नियम में लोगों को मंदिर के पास यानी कि यरूशलेम की ओर चलकर जाना पड़ता था. പുതിയ നിയമത്തിൽ അതെ നമ്മെ അവൻ തന്റെ ആലയമാക്കി മാറ്റി. नए नियम में हम देखते हैं कि प्रभु ने हम जो प्रभु के मंडली है हमें ही प्रभु का भवन बना दिया है. യെരുശലേമിൽ ദൈവവും നാമും കൂടെ ഒന്നായി വസിക്കുകയാണ്. और नया यरूशलेम में हम और परमेश्वर साथ में निवास कर रहे हैं. ദൈവഹൃദയത്തിലെ ആഗ്രഹം നിറവേറ്റുന്നവരായി നാം മാറും. इस तरह हम लोग परमेश्वर का हृदय में जो उनका इच्छा है वो बात को पूरा करने वाले लोग बन रहे हैं हम. കാരണക്കാരനായി തീർന്നത് കുഞ്ഞാടാണ്. और इसका कारण परमेश्वर का मेमना है. അവന്റെ വിലയേറിയ രക്തം നമുക്കായി ഒഴുക്കപ്പെട്ടത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. और ये बात इसके लिए संभव हुआ क्योंकि यीशु मसीह का बहुमूल्य लहू हमारे लिए बहाया गया था. കുഞ്ഞാടായിരിക്കും പുതിയ യെരുശലേമിലെ വിളക്ക്. और हम पढ़ते हैं जैसा पढ़ा 21 का 23 में, मेमना है परमेश्वर का दीपक. അപ്പോൾ അബ്രഹാമിനെ കാണിച്ചു കൊടുത്ത ആ ദൈവം ശില്പിയായി നിർമ്മിച്ച ആ നഗരം, तो इब्रानियों का पुस्तक 11 अध्याय में जब हमने पढ़ा कि अब्राहम को जो नगर दिखाया जिसको बनाने वाला, रचने वाला, नींव डालने वाला परमेश्वर स्वयं है, वही नगर है ये. അതെ, അതിന് ആ നഗരത്തിന് കാരണക്കാരനായി തീർന്നത് ഇസഹാക്കിനെ പോലെ അതെ ദൈവഹിതത്തിന് ദൈവത്തിന്റെ യാഗപീഠത്തിന്മേൽ തന്നെത്താൻ സമർപ്പിക്കപ്പെട്ട ഒരു ക്രിസ്തു. मतलब वो नगर मुमकिन होने का कारण क्या हुआ? जैसा इसहाक अपने आप को बलि होने के लिए समर्पण किया, उसी तरह यीशु मसीह भी अपना स्वयं इच्छा से आकर पिता परमेश्वर का क्या इच्छा को जानकर अपने आप को अर्पण किया. Praise the Lord. അങ്ങനെ ക്രിസ്തു യാഗമായി തീർന്നത് കൊണ്ടാണ് യഹൂദനെന്നോ ജാതിയെന്നോ ഭേദമില്ലാതെ അവനിൽ വിശ്വസിക്കുന്നവരെ അവന്റെ ശരീരമായി ഒന്നു ചേർത്ത് പണിയുന്നത്.
आमीन। इसलिए यीशु मसीह बलि हो जाने की वजह से उसका मुमकिन बात यह है कि उनका एक बलि के द्वारा भले यहूदी हो या अन्य जाति हो, सभी प्रकार के लोगों को विश्वास करने के द्वारा, यीशु मसीह पे विश्वास करने के द्वारा एक शरीर, एक देह बनाया जा रहा है। Lord, ഈ ജനവും ദൈവവും കൂടെ ഒരുമിച്ച് സന്തോഷിക്കുന്ന ഇടമാണ്, ഒരുമിച്ച് വസിക്കുന്ന കാര്യമാണ് പുതിയ യെരൂശലേമിൽ നാം കാണുന്നത്. और यह प्रकार के लोग जो परमेश्वर ने जिसको भवन बनाया, वही लोग परमेश्वर के साथ नया यरूशलेम में साथ में रहेंगे। वो अनुभव को हम प्रकाशित वाक्य में हमने देखा। Praise the Lord. നാം ധന്യരാണ്. और इसके लिए हम लोग कितना धन्यशाली लोग हैं प्रियो। പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 1000 ആണ്ട് വാഴ്ചയിലും പുതിയ യെരൂശലേമിലുമുള്ള കാര്യങ്ങളെ ഒരുമിച്ച് കാണാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. और ये कितना धन्य बात है जो पुराने नियम के लोग, नए नियम के लोग और 1000 वर्ष में और नवा यरूशलेम में हम सब लोग प्रभु के साथ निवास करने का ये बात को देखने के लिए प्रभु ने हमको भाग्य दिया। ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് ഇവയെല്ലാം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. और ये सब बातें प्रभु ने अपना वचन के द्वारा प्रकट करके दिया है। കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ അത് യെഹെസ്കേൽ പ്രവചനത്തിന്റെ പഠനം നമുക്ക് തുടർന്ന് സഹോദരനിൽ നിന്ന് കേൾക്കാവുന്നതാണ്. और प्रभु का अगर इच्छा है तो आने वाले दिनों में एसेकेल का पुस्तक के द्वारा और भी आगे हम लोग जो परमेश्वर का नगर के बारे में है और भी हमें पढ़ने को सीखने को मिलेगा। നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. प्रभु हम सबको सहायता करे। प्रेज द लॉर्ड। Praise the Lord.